ഗുഡ് മോർണിംഗ്. എല്ലാവരും വലിയൊരു ആഘോഷമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സന്തോഷത്തിലിരിക്കുവാണല്ലേ? ക്രിസ്തുമസ് എല്ലാവരും ആഘോഷിച്ചോ? ആഘോഷിച്ച് കാണുമല്ലേ? എങ്ങനെയാണ് ആഘോഷിച്ചത്? കേക്കൊക്കെ മേടിച്ച് കാണുമല്ലേ? പുതിയ ഉടുപ്പും ചെരുപ്പും വാങ്ങി എത്ര പേരുണ്ട്? പുതിയ കളിപ്പാട്ടം വാങ്ങിയവരോ? കുഞ്ഞുങ്ങളായ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഓരോന്ന് വാങ്ങുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണല്ലേ? എന്നാൽ ആവശ്യത്തിലധികം വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ചെരുപ്പുകളും ഒക്കെ വാശി പിടിച്ച് വാങ്ങിക്കൂട്ടുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാർ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അവരെ തിരുത്തണേ. കുഞ്ഞുങ്ങളായ നിങ്ങൾ ചെറുപ്പത്തിലേ തന്നെ ശീലിക്കേണ്ട ഒരു ഗുണമാണ് എല്ലാം മിതമായി ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ ഈ വർഷം മലയാളം പഠിച്ചു തുടങ്ങിയതു മുതൽ കുഞ്ഞുങ്ങളായ നിങ്ങൾ പാലിക്കേണ്ട ശീലങ്ങളും ഉണ്ടാകേണ്ട ഗുണങ്ങളും ഒക്കെയാണല്ലേ? അവയെല്ലാം കൃത്യമായി ചെയ്യാനും ശ്രദ്ധിക്കണേ. ഇനി എന്തുകൊണ്ടാണ് എല്ലാം മിതമായി ഉപയോഗിക്കണമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമോ? ഉദാഹരണമായി, നിങ്ങളുടെ വീടുകളിൽ തന്നെ വളരെയധികം ഇഷ്ടത്തോടെയും ഉത്സാഹത്തോടെയും നിങ്ങൾ മേടിച്ച പല വസ്തുക്കളും ചിലപ്പോൾ ഒരു ഉപയോഗവും കൂടാതെ ഇപ്പോൾ ഉണ്ടാവും. അതിൽ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതും ഉണ്ടാവും, അല്ലാത്തതും ഉണ്ടാകും. അത് ചിലപ്പോൾ കളിപ്പാട്ടമാകാം, ഉടുപ്പുകളോ ചെരുപ്പോ ഒക്കെ ആവാം. ഇവയൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും അല്ലേ? ഉപയോഗശൂന്യമായ പഴയ സാധനങ്ങൾ കത്തിച്ചു കളയുന്നവരും മണ്ണിൽ കുഴിച്ചിടുന്നവരുമുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്കും പ്രകൃതിക്കും ദോഷമല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഏതൊരു വസ്തു വാങ്ങിയാലും അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. ദാ ഇവിടെ പുതിയ പുതിയ ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ചെരുപ്പുകളും എപ്പോഴും വാങ്ങിത്തരണമെന്ന് നിർബന്ധം പിടിക്കുന്ന ദിയ മോൾക്ക് വസ്ത്രങ്ങളുടെ ഉപയോഗം എങ്ങനെയാവണമെന്ന് അമ്മുമ്മ പറഞ്ഞു കൊടുത്തു. അമ്മുമ്മ ഒരു കഥയിലൂടെയാണ് അത് പറയുന്നത്. നമുക്ക് ആ കഥയൊന്ന് കേട്ടാലോ? പാഠം 8. സന്യാസിയും ശിഷ്യനും. ഒരിക്കൽ ഒരു സന്യാസിയോട് ശിഷ്യൻ തന്റെ വസ്ത്രങ്ങൾ പഴകിയതിനാൽ ഒരു പുതിയ വസ്ത്രം തരണമെന്ന് അപേക്ഷിച്ചു. സന്യാസി അനുവാദം നൽകി. അടുത്ത ദിവസം സന്യാസി ആ ശിഷ്യനോട് ചോദിച്ചു, പുതിയ വസ്ത്രങ്ങൾ കിട്ടിയോ? നിനക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഗുരോ, പുതിയ വസ്ത്രം കിട്ടി. അങ്ങേക്ക് നന്ദി. എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. പഴയ വസ്ത്രം നീ എന്തു ചെയ്തു? ഞാനത് കിടക്കവിരിയായി ഉപയോഗിക്കുന്നു. അപ്പോൾ നീ ആ പഴയ കിടക്കവിരിപ്പ് കളഞ്ഞുവോ? ഇല്ല, അത് ഞാൻ ജനൽമറയായി ഉപയോഗിക്കുന്നു. ആ പഴയ ജനൽമറ എന്തു ചെയ്തു? അതിപ്പോൾ അടുക്കളയിൽ ചൂടുപാത്രങ്ങൾ പിടിക്കുവാൻ ഉപയോഗിക്കുന്നു. അതിന് നേരത്തെ ഉപയോഗിച്ചിരുന്ന തുണി എന്തു ചെയ്തു? അത് നിലം തുടയ്ക്കാനായി ഉപയോഗിക്കുന്നു. ഇത് കേട്ട് സന്യാസി മന്ദഹസിച്ചു. എന്നിട്ട് അടുത്തിരുന്ന ശിഷ്യരെ നോക്കി പറഞ്ഞു, കണ്ടില്ലേ, തികച്ചും ഉപയോഗശൂന്യമെന്ന് കരുതുന്ന ഏത് വസ്തുവിനും എന്തെങ്കിലും ഉപയോഗം കണ്ടെത്താൻ കഴിയും. പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും മിതമായി ഉപയോഗിക്കുക. ഉപയോഗിക്കാൻ കഴിയുന്നവ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുവഴി മാലിന്യമുക്തമായ ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും. അമ്മുമ്മ ദിയയ്ക്ക് പറഞ്ഞു കൊടുത്ത സന്യാസിയുടെയും ശിഷ്യന്മാരുടെയും കഥ എല്ലാവരും കേട്ടില്ലേ? ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതുമായ ഒരു കാര്യമുണ്ടല്ലേ? എന്താണത്? നമുക്കൊന്ന് നോക്കാം. പ്രകൃതി വിഭവങ്ങളെ ഏറ്റവും മിതമായി ഉപയോഗിക്കുക. അവ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുവഴി മാലിന്യമുക്തമായ ലോകത്തെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കും.